നമസ്കാരം. ഇനി ഒരു അറിയിപ്പാണ് കേട്ടോ പറയാനായിട്ടുള്ളത്. കുചേല ദിനത്തിന്റെ അവില് ഷീട്ടാക്കാനായിട്ട് ആരംഭിച്ചിട്ടുണ്ട്. ഈ വരുന്ന ഡിസംബർ മാസം 17-ാം തീയതി ധനുമാസത്തിലെ 30 ബുധനാഴ്ചയാണ്. അന്നാണ് നമ്മൾ കുചേല ദിനമായിട്ട് ആചരിക്കുന്നത്. അതായത് കുചേലൻ ഭഗവാൻ ശ്രീകൃഷ്ണനെ കാണാനായിട്ട് ദ്വാരകയിലേക്ക് അവിൽ പൊതിയുമായിട്ട് പോയിട്ടുള്ള ഒരു ദിവസം. കുചേലൻ ഭഗവാന് ആരായിരുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാലേ. സാന്ദീപനി മഹർഷിയുടെ ആശ്രമത്തിലെ ഒരുമിച്ച് വിദ്യ അഭ്യസിക്കുന്ന ആ ഒരു കാലം തൊട്ടേ കുചേലൻ ദരിദ്രനാണ്. പിന്നീട് അങ്ങോട്ടും കടുത്ത ദാരിദ്ര്യ ദുഃഖമാണ് അദ്ദേഹം അനുഭവിച്ചിട്ടുണ്ടായിരുന്നത്. ഭിക്ഷ യാചിച്ചുകൊണ്ടൊക്കെയാണ് കഴിഞ്ഞിരുന്നത്. അങ്ങനെ അദ്ദേഹത്തിന്റെ പത്നിയാണ് ഒന്ന് ഭഗവാനെ പോയി കണ്ടുകൂടെ, നമ്മുടെ ഈ ദുഃഖങ്ങൾക്കെല്ലാം ഒരു അറുതി വരില്ലേ എന്ന് പറഞ്ഞിട്ട് ഈ കുചേലനെ ഭഗവാന്റെ അടുത്തേക്ക് പറഞ്ഞയക്കുന്നത്. അപ്പോൾ ഭഗവാന് തന്നെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകുമോ എന്നുള്ള ചിന്തയൊക്കെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു കേട്ടോ. എന്നിട്ടും ഭിക്ഷ യാചിച്ച് കിട്ടിയ ആ ഒരു അവിൽപ്പൊതിയുമായിട്ടാണ് ഭഗവാനെ കാണാനായിട്ട് ദ്വാരകയിലേക്ക് കുചേലൻ എത്തുന്നത്. അവിടെ എത്തിയപ്പോഴോ തന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഭഗവാൻ ഭക്തി ആദരപൂർവ്വം ഈ കുചേലനെ സ്വീകരിച്ച് ആനയിച്ച് കൊണ്ടുവന്ന് ഇരുത്തുകയാണ് ചെയ്തത്. ശരിക്കും ഒരു സുഹൃത്ത് ബന്ധത്തിന്റെ ആഴവും പരപ്പും നമ്മളെ മനസ്സിലാക്കി തരുന്ന ഒരു സന്ദർഭം കൂടിയാണ് കേട്ടോ. അങ്ങനെ കുചേലൻ വന്ന കാര്യം പോലും ഭഗവാന്റെ അടുത്ത് പറഞ്ഞില്ല, താൻ എന്തിനാണ് വന്നതെന്ന്. എന്നിട്ടും അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് കുചേലന് സർവ്വവിധ ഐശ്വര്യങ്ങളും നൽകിയിട്ട് ഭഗവാൻ അനുഗ്രഹിക്കുകയാണ്. ആ ഒരു ദിവസമായിട്ടാണ് കുചേല ദിനത്തിന് നമ്മളെല്ലാവരും കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അന്നത്തെ ദിവസം അവിൽ നേദ്യത്തിന് ഇത്രയേറെ പ്രാധാന്യം വന്നത് കേട്ടോ. അപ്പോൾ ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഈ ഒരു ദിവസം കുചേല ദിനത്തിന് അവിൽ നേദിക്കാൻ ഭക്തർക്കും അന്നും ഷീട്ടാക്കാനായിട്ട് സാധിക്കും. അതിൻ്റെ ബുക്കിംഗ് ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ. 25 രൂപയാണ് തുകയായിട്ട് വരുന്നത്. ഒരു അവിലിനാണ് 100 രൂപയുടെ 100ന്റെ മൾട്ടിപ്പിൾ ആയിട്ടാണ് നമുക്ക് ഷീട്ടാക്കാനായിട്ട് സാധിക്കുക. സാധാരണ അത്താഴപൂജയ്ക്കാണ് അവിൽ നേദിക്കുക. പക്ഷെ കുചേല ദിനത്തിൻ്റെ അന്ന് 2 സമയത്തും നമുക്ക് അതിൻ്റെ പ്രസാദം വാങ്ങിക്കാം കേട്ടോ. ഉച്ചയ്ക്കും വാങ്ങിക്കാം, രാത്രിയും വാങ്ങിക്കാം. അപ്പോൾ നമ്മൾ ഷീട്ടാക്കുന്ന സമയത്ത് ഏത് സമയമാണോ നമുക്ക് സൗകര്യം അത് പറയുകയാണെങ്കിൽ ആ ഷീറ്റിൽ അത് പ്രിന്റ് ചെയ്ത് തരും. അപ്പം അങ്ങനെയാണ് നമുക്ക് ഷീട്ടാക്കാനായിട്ട് സാധിക്കുക കേട്ടോ. ദാരിദ്ര്യ ദുഃഖം മാറാൻ വേണ്ടിയിട്ടാണ് ഗുരുവായൂരപ്പനെ അവിൽ നേദിക്കുന്നത്. അപ്പോൾ ഷീട്ടാക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ബുക്കിംഗ് ആരംഭിച്ചിട്ടുണ്ട്.